നമ്മുടെ വീട്ടിൽ എപ്പോഴും ചോറ് ബാക്കി വരുമല്ലോ, അപ്പോൾ അതിനി വേസ്റ്റാക്കി കളയണ്ട. ഇതേപോലെ നമുക്ക് പക്കോട തയ്യാറാക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചോറൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത്, ഉൾഭാഗം സോഫ്റ്റുമാണ്. ഇവിടാണെങ്കിൽ നല്ല മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് 4 മണിക്ക് ചൂട് ചായയുടെ കൂടെ ചൂട് പക്കോട ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറ് വെച്ചാണ് ഇന്ന് ഞാൻ ഈ പക്കോട തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇപ്പം ഞാനിവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു 2 സവാള ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ചോറ് ബാക്കി വരുമല്ലോ, അപ്പോൾ അതിനി വേസ്റ്റാക്കി കളയണ്ട. ഇതേപോലെ നമുക്ക് പക്കോട തയ്യാറാക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് കായപ്പൊടി, ഇപ്പോൾ കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കുന്ന സ്നാക്ക് ആയതുകൊണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ കടലമാവ് ഇരിപ്പില്ല. അപ്പം ഞാൻ ഓർത്തു ഗോതമ്പ് പൊടി ചേർത്ത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് ഇട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചോറൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. നാല് മണിക്ക് ചായ റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു സ്നാക്കും റെഡിയാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പക്കോടയായത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ചോറും സവാളയും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന മിക്സിയിൽ നിന്ന് നമുക്കിഷ്ടമുള്ള ഷേപ്പാക്കി എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് എടുത്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും ഒരു ഗോൾഡൻ കളറാക്കി എടുക്കണം. അതോടൊപ്പം ഉള്ളൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് വെന്തും വരണം. അങ്ങനെ നമ്മൾ ചോറ് വെച്ച് തയ്യാറാക്കിയ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക്
ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ചോറ് വെച്ച് തയ്യാറാക്കിയ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത്, ഉൾഭാഗം സോഫ്റ്റുമാണ്. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം. ഗോതമ്പ് പൊടി വെച്ച് നമ്മളിത് തയ്യാറാക്കിയെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉൾഭാഗമാണ് നല്ല സോഫ്റ്റാണ്, ഇഞ്ചിയുടെയൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സോസ് മുക്കിയാണേലും കഴിക്കാം, അല്ലാതെ ഇതേപോലെ വേണേലും കഴിക്കാം. ചൂട് ചായയുടെ കൂടെ അടിപൊളി ചെയ്ത്. വീട്ടിൽ ബാക്കി വരുന്ന ചോറ് ഇനിയും കളയണ്ട, ഇതേപോലെ ഈസി ആയിട്ടൊരു 4 മണി പലഹാരം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.